ഹലോ, തമിഴിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് വെച്ചുള്ള ഗുലാബ് ജാമുൻ ആണ്. ഗുലാബ് ജാമുൻ എല്ലാവർക്കും ഇഷ്ടമുള്ള സ്വീറ്റ് ആണ്. ഇത് നോർമലി ഉണ്ടാക്കുന്ന പോലെ അല്ല, ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ഞാനൊരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ പഞ്ചസാര പാനിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയും. ഇനി ഓരോ ബ്രെഡിൻ്റെയും സൈഡ്സ് ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇനി ഇതുപോലെ 3-4 പീസായിട്ട് ഓരോ ബ്രെഡും ഒന്ന് മുറിച്ച് വെക്കണം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച ബ്രെഡിനെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയ ശേഷം പാലും നെയ്യും ഉപയോഗിച്ച് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് നീഡ് ചെയ്തിട്ട് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവമാകുമ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കണം. കയ്യിൽ കുറച്ച് നെയ്യ് തേച്ചിട്ട് വേണം ഉരുട്ടാൻ. ഗുലാബ് ജാമുൻ്റെ സർഫസ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അതുപോലെ സ്മൂത്ത് ടെക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യ് തേച്ചിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. ഇനി ഈ ബ്രെഡ് ബോൾസ് എല്ലാം കൂടി എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മൊത്തത്തിൽ നല്ലൊരു ബ്രൗൺ കളർ കിട്ടുന്നവരെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ബ്രൗൺ കളറായി. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റി വയ്ക്കണം. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 3-4 ഏലക്കയും കൂടി ഒന്ന് ചതച്ചിട്ട് കൊടുക്കണം. ഇനി ഇതിൽ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഇതൊന്ന് തിളച്ച് കുറുകാൻ തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് കുറുകണ്ട, ജസ്റ്റ് ഒന്ന് കുറുകി തുടങ്ങിയാൽ മതി. അപ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം. ഈ ഷുഗർ സിറപ്പ് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് 3-4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.